Hello, good morning all. Today we are going to learn about buying behavior process. So the second chapter we are discussing the second chapter which relates to consumer behavior or buying behavior. And we have learned what are the definitions or meaning of consumer behavior and also the types of consumer behavior which are expressed by the consumers. Hope you remember which we learned in the last class, right? Now in this class what we are going to learn is what is the process involved in the buying behavior, right? When a person goes to a shop or when a person decides to purchase something, there are certain steps involved in it. നമ്മളൊരു സാധനം വാങ്ങാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി അത് വാങ്ങലല്ല, അതിന് മുന്നേ ആയിട്ടും അതിന് ശേഷമായിട്ടും, റൈറ്റ്? വാങ്ങിയതിന് ശേഷം വാങ്ങുന്നതിന് മുമ്പുമായിട്ടും പല തോട്ട് പ്രോസസ് ഇൻക്ലൂഡിങ് സൈക്കോളജിക്കൽ പ്രോസസ് ഇസ് ഹാപ്പനിങ് ഇൻ അവർ മൈൻഡ്, റൈറ്റ്? അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ബിഹേവിയർ ഇൻക്ലൂഡ്സ് യുവർ തോട്ട് പ്രോസസ് ഓൾസോ, right? So including all these psychological aspects and also your physical behavior, everything is included, and there are 5 different steps identified in the buying process which you can see in this slide, right? These are the 5 different process in the buying behavior. As I mentioned earlier, actually it's a psychological process or it is a mental process. Many of the points which mentioned here, you can identify that these things are psychological process or it is related to your mental thinking. നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങളും, റൈറ്റ്? അപ്പോൾ നമ്മളൊരു ടി വി വാങ്ങണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യം ആലോചിക്കും? ഏത് കമ്പനിയുടെ ടി വി വാങ്ങണം, എത്ര പ്രൈസ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് ഇവിടെ ബ്രാൻഡുകൾ അവൈലബിൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചതിന് ശേഷമാണ് യു ആർ ഡിസൈഡിങ് ടു പർച്ചേസ് എ ടി വി, റൈറ്റ്? ഇനി ടി വി വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ നെക്സ്റ്റ് യു വിൽ തിങ്ക് ഓഫ് ഫ്രം വിച്ച് ഷോപ്പ് യു ഹാവ് ടു ബൈ ദ ടി വി, റൈറ്റ്? ആൻഡ് യു വിൽ ഓൾസോ തിങ്ക് ഓഫ് വെദർ ദേ വിൽ കം ആൻഡ് ഇൻസ്റ്റാൾ ഇറ്റ്, റൈറ്റ്? കണക്ഷനൊക്കെ സെറ്റാക്കി തരുമോ, അവർ വന്നിട്ട് തരുമോ, അവർ വന്ന് ചെയ്തു തരുമോ, അതോ സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ യു വിൽ തിങ്ക്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലും യു ഫോർ ദ ഫസ്റ്റ് നെക്സ്റ്റ് 1 month സേ യു വിൽ ബി ഇവാലുവേറ്റിംഗ് ഇറ്റ്. നമ്മൾ കാശ് ചിലവാക്കി ഒരു 30,000 ഒക്കെ ചിലവാക്കി വാങ്ങിയ ടി വി അല്ലേ, അല്ലെങ്കിൽ 25,000 ചിലവാക്കി വാങ്ങിയ ടി വിയാണ്. സോ ഇത് നല്ലതാണോ, എൻ്റെ ഡിസിഷൻ നന്നായോ അതോ മോശമായോ എന്നുള്ള ഒരു ഇവാലുവേഷൻ പ്രോസസ് വിൽ ആൾസോ ടേക്ക് പ്ലേസ്, റൈറ്റ്? അപ്പോൾ അതുകൊണ്ടാണ് we are telling that buying behavior or buying process is a psychological process which involves several mental behavior of the people. Now see, a decision to buy is taken after it's going through several process. Only after going through several process, a consumer or a buyer takes a decision to buy a product, right? Of which the first one is step 1 is recognition of a need. So the step 1 involved in the buying process is first you have to recognize the need, right? Either you have a specific problem which will address the need, or you have a specific want or desire, right? നമ്മുടെ മോഹം കൊണ്ട് നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങും, അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, right? Because of that issue or problem you will be forced to buy a particular product, right? അപ്പോൾ വാട്ട് ഈസ് ദ നീഡ്, അല്ലെങ്കിൽ ഇസ് ദർ എനി നീഡ് ടു പർച്ചേസ് എ പ്രോഡക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യം നടക്കുന്നത്. അത് ഏത് പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുകയാണെങ്കിലും ഒരു നീഡ് അവിടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടും, isn't it? അപ്പോൾ സപ്പോസ് ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ നമ്മൾ എന്തായി, നമുക്കൊരാവശ്യം വന്നു, അതായത് കൈ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുക, സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. വാഷ് ചെയ്യലാണ്, പക്ഷെ വാഷ് ചെയ്യാൻ എപ്പോഴും സൗകര്യം നമുക്കില്ല. അപ്പോൾ ദാറ്റ് ഈസ് എ പ്രോബ്ലം, റൈറ്റ്? വെൻ യു ട്രാവൽ ഓർ വെൻ യു ഗോ ഫ്രം ഹോം ടു സം അതർ പ്ലേസ് or when you go outside your home, you may not be able to wash every now and then, isn't it? അപ്പോൾ വാഷിംഗ് is a must.
അപ്പോൾ അവിടെ പ്രോബ്ലം എന്തായി? വാഷ് ചെയ്യും വേണം, പക്ഷെ വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല. അതുകൊണ്ട് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്കൊരാവശ്യം വന്നു. എന്താണ് ആവശ്യം? യു ഹാവ് ടു ബൈ ദി സാനിറ്റൈസർ, അസൻറ്റ് ഇറ്റ്? അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ എന്ത് വാങ്ങാൻ തുടങ്ങി? സാനിറ്റൈസർ വാങ്ങാൻ തുടങ്ങി. ബിക്കോസ് ദാറ്റ് നീഡ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ്. ദർ വാസ് എ പ്രോബ്ലം. ആ പ്രോബ്ലത്തിന് സൊല്യൂഷനായിട്ട് സാനിറ്റൈസർ വാങ്ങാനേ പറ്റുള്ളൂ. അപ്പോൾ സാനിറ്റൈസർ വാങ്ങുക എന്നുള്ളത് അവിടെ എന്തായി മാറി? ഒരാവശ്യമായി മാറി. അല്ലാതെ ഇറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് സ്റ്റാറ്റസ് കോ, ഇസൻറ്റ് ഇറ്റ്? നിങ്ങളുടെ ഒരു മോഹോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടല്ല സാനിറ്റൈസർ വാങ്ങി. അതേസമയം ഇഫ് യു ആർ ബൈയിങ് എ ഡയമണ്ട് നെക്ലസ്, റൈറ്റ്, ഇറ്റ് മെ നോട്ട് ബി എ പ്രോബ്ലം. അതായത് ഇറ്റ് മെ നോട്ട് ബി എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം, റൈറ്റ്? അപ്പോൾ നിങ്ങൾക്കൊരു പ്രോബ്ലം വന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ അല്ല യു ആർ ട്രൈങ് ടു ബൈ എ ഡയമണ്ട് നെക്ലസ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് റിങ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ യു ഹാവ് എ ഡിസയർ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് അതിനുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് യു ബോട്ട് ഇറ്റ്, റൈറ്റ്? സോ ഇതിൽ ഏത് തന്നെ ആയാലും ദ തിങ് ഇസ് ഫസ്റ്റ് യു ഹാവ് ടു ഐഡൻറ്റിഫൈ യുവർ നീഡ്, വെദർ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു എ പ്രോബ്ലം ഓർ വെദർ ഇറ്റ് ഇസ് യുവർ ഡിസയർ. ഇറ്റ് occurs when a consumer discovers an unmet need. നമ്മൾ ഇതുവരെ മെറ്റ് ചെയ്യാത്ത ഒരു നീഡ് ദാറ്റ് മസ്റ്റ് ബി ഫുൾഫിൽഡ്. ലൈക്ക് വാട്ട് എവർ ഇറ്റ് മേ ബി. ഫുഡ് ആവാം, ഷെൽട്ടർ ആവാം, ട്രാൻസ്പോർട്ടേഷൻ ആവാം, സോഷ്യൽ സ്റ്റാറ്റസ് ആവാം, പവർ ആവാം, whatever it may be. That is if you want to buy a car as a part of social status. അതല്ലാതെ കൺവീനിയൻസിന് വേണ്ടിയിട്ടല്ല, സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് ഇഫ് യു വോണ്ട് ടു ബൈ എ കാർ ഓഫ് കോഴ്സ് യു ക്യാൻ, ഇസൻറ്റ് ഇറ്റ്? അപ്പോൾ ഒന്നല്ല, ചിലപ്പോൾ ചിലർ 2 കാർ വാങ്ങും, 3 കാർ വാങ്ങും, റൈറ്റ്? സ്റ്റിൽ യു ഹാവ് എ മോട്ടീവ് ഫോർ ബൈയിങ് ഇറ്റ്, റൈറ്റ്? നമുക്കൊരു ഡിസയർ, ഒരു മോട്ടീവ് ഉള്ളിൽ വരുന്നതാണ് ആ നീഡ് എന്ന് പറയുന്നത്. ആ നീഡ് റെക്കഗ്നൈസ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, റൈറ്റ്? സോ മോട്ടീവ്, ആ ഒരു മോട്ടീവ്, ദാറ്റ് മോട്ടീവ് വിൽ സ്റ്റിമുലേറ്റ്സ് ദ നീഡ്. ആ സൈക്കോളജിക്കൽ പ്രോസസ്സ് നടക്കുന്നത് ഇതാണ്. ഫസ്റ്റ് യു വിൽ ഹാവ് ആൻ ഡിസയർ ആൻഡ് ദെൻ ദാറ്റ് ഡിസയർ ഗെറ്റ്സ് മോട്ടിവേറ്റഡ് ആൻഡ് ദാറ്റ് മോട്ടീവ് വിൽ നീഡ് ടു ബി ഓർ സ്റ്റിമുലേറ്റ് ദി നീഡ്. പിന്നെ അതെന്തായി മാറും? ഒരാവശ്യമായി മാറും, റൈറ്റ്? നൗ ദ നീഡ്സ് ക്യാൻ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. അതാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ബയോജനിക് നീഡ്സ് ലൈക്ക് തേഴ്സ്റ്റ്, ഹങ്കർ, അതൊക്കെ എന്തായാലും അത്യാവശ്യമുള്ള കാര്യങ്ങളാണല്ലോ. അല്ലെങ്കിൽ സൈക്കോജനിക് നീഡ്സ് ആയിരിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയമണ്ട് നെക്ലസ് വാങ്ങുക. അതൊരു എസ്റ്റീം വിഷയമാണ്, അല്ലെങ്കിൽ ഒരു റെക്കഗ്നീഷൻ്റെ വിഷയമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോഹമാണ്, റൈറ്റ്? അപ്പോൾ ഇറ്റ് വിൽ ബി എ പാർട്ട് ഓഫ് യുവർ സ്റ്റാറ്റസ്, റൈറ്റ്? അങ്ങനെ നമ്മൾ എന്ത് വാങ്ങാം? ചിലപ്പോൾ സാധനങ്ങൾ വാങ്ങും. അതല്ലെങ്കിൽ നമ്മളെ ജനറിക് ആവശ്യങ്ങൾ ലൈക്ക് സ്റ്റേഷനറി ഐറ്റം വാങ്ങാതെ പറ്റില്ലല്ലോ. പച്ചക്കറിന്ന് വാങ്ങിയില്ലെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? തേഴ്സ്റ്റ്, ഹങ്കർ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്നത്. ദാറ്റ് ഈസ് ദ ബയോജനിക് നീഡ്സ് ആൻഡ് ദ അതർ വൺ ഇസ് ദ സൈക്കോജനിക് നീഡ്സ്. അങ്ങനെ 2 ടൈപ്പ് നീഡ്സ് ആണുള്ളത്. വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ ഹെൽത്ത് നിലനിൽക്കാനും നമ്മുടെ ജീവൻ നിലനിൽക്കാനും ആവശ്യമുള്ളതിനെ നമ്മൾ ബയോജനിക് നീഡ്സ് എന്ന് പറയും. അതിലപ്പുറത്തേക്ക് നമ്മുടെ പവർ, എസ്റ്റീം, സ്റ്റാറ്റസ്, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളുടെ ആവശ്യങ്ങളെ നമ്മൾ എന്ത് പറയും? സൈക്കോജനിക് നീഡ്സ് എന്ന് പറയും, റൈറ്റ്? അപ്പം while you are dealing with the needs, it can be a selective attention ആയിരിക്കാം, or it can be a selective distortion or selective retention, right? You will be providing an attention and then there will be a distortion and then you will try to retain it. അതാണ് അതിൻ്റെ 3 ഏരിയാസ് വരുന്നത്. Now the second step is information search. അപ്പോൾ first step is identification of the problem ആൻഡ് നീഡ് റെക്കഗ്നീഷൻ. പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? നീഡ് റെക്കഗ്നൈസ് ചെയ്തു. അപ്പം ആവശ്യം ഉണ്ട് എന്തായാലും. അപ്പോൾ നമ്മൾ വാങ്ങാനുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഇനി എന്ത് വാങ്ങണം? ഡിസിഷനൊക്കെ എടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് യു ആർ കളക്ടിങ് ഡാറ്റ. ദിസ് ഡാറ്റ കളക്ഷൻ ഇസ് നോൺ ആസ് ഇൻഫോർമേഷൻ സെർച്ച്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹൗ ബയേഴ്സ് കോംപ്രിഹെൻഡ് ദ ഇൻഫോർമേഷൻ ദാറ്റ് ഇസ് ബീയിങ് ഗിവൺ ടു ദം. നമുക്ക് പല പല ന്യൂസ് പല ഏരിയയിൽ നിന്ന് യു വിൽ ബി ഗെറ്റിംഗ് ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ. പല ഇൻഫർമേഷനും കിട്ടും, അല്ലെങ്കിൽ പല ഡാറ്റയും കിട്ടും. അതിനെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്യണം, റൈറ്റ്? ദെൻ ഓൺലി യു ക്യാൻ ടേക്ക് എ കറക്റ്റ് ഡിസിഷൻ. അപ്പോൾ ഇൻഫർമേഷൻ അബൌട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ആൾട്ടർനേറ്റീവ്സ്. യു വിൽ കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ആൻഡ് ഓൾ ദ ആൾട്ടർനേറ്റീവ്സ് അവൈലബിൾ, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ കാറാണ് വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ എത്ര സൈസിലുള്ള കാറ് വേണം, ദെൻ വാട്ട് എൽസ്, ഏത് റേഞ്ച്, പ്രൈസ് റേഞ്ച് എന്തായിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് യു ആർ ടേക്കിംഗ് എ ഫൈനൽ ഡെസിഷൻ, റൈറ്റ്? സോ
you will be looking into all the substitutes which are available for the product and also all the alternatives available. അതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇൻഫർമേഷൻ സെർച്ചിൻ്റെ ഭാഗമാണ്. ഇഫ് തേഴ്സ്റ്റി വിച്ച് കൂൾ ഡ്രിങ്ക്സ് ടു ബൈ, that is an example, right? And you will also analyze the benefits and the cost attached to the product. Information സമയത്ത് തന്നെ you can analyze the benefits and the cost attached. അപ്പം ഇനി എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ സെർച്ച് നടത്താം? ഇൻറ്റേർണൽ സെർച്ച്, യു ക്യാൻ ഡു ഇൻറ്റേർണൽ സെർച്ച്, ദാറ്റ് ഈസ് നമ്മുടെ തന്നെ മെമ്മറിയിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പണ്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ്, റൈറ്റ്? നമ്മൾ ഓൾറെഡി വാങ്ങിയ പ്രൊഡക്റ്റ് ഉണ്ടാവും ആൻഡ് യു ആർ ഹാപ്പി വിത്ത് ഇറ്റ്, സോ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അപ്പോൾ വലിയ സെർച്ചിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ആ നോളജ് നമുക്കുണ്ട്. അതല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് യു ക്യാൻ ഗോ ഫോർ എക്സ്റ്റേണൽ റിസർച്ച്. ബയർ സീക്സ് ഇൻഫർമേഷൻ ഫ്രം ഔട്ട്സൈഡ്, പുറത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാം യൂസിങ് ദ വെബ് ടൂൾ, സോഷ്യൽ മീഡിയ, then advertisements and paper ads, TV and paper ads, friends and relatives, right? ഇവിടെ നിന്നൊക്കെ you can collect the information, right? അപ്പോൾ ഇൻഫർമേഷൻ സെർച്ച് ക്യാൻ ബി ഐദർ ഫ്രം ഇൻസൈഡ്, നമുക്ക് തന്നെ എക്സ്പീരിയൻസും നോളജും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ മെമ്മറി എടുത്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കളക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ്. Now when it comes to the step 3, it is evaluating the alternatives. Now first you have recognized the need, and once you recognize the need, the second is you collected all the data and information search is conducted, and the third one is you have to evaluate the alternatives available. As I mentioned earlier, there are different alternatives which are available, and you will be comparing these alternatives on the basis of price, quality, durability, utility, etc. Right? ഓരോ പ്രൊഡക്റ്റിൻ്റെയും പ്രൈസ്, ക്വാളിറ്റി, അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി, യൂട്ടിലിറ്റി ഒക്കെ വെച്ചിട്ട് you will be analyzing the alternatives. Here ranks the brands based on the choice. Then what we do is we rank each of these brands. വൺസ് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ ബ്രാൻഡ് ഇതിൻ്റെ ബേസിൽ ഇതിനൊന്ന് റാങ്ക് ചെയ്യും. ആൻഡ് ദെൻ യു വിൽ ഓൾസോ കളക്ട് ഒപ്പീനിയൻ ഫ്രം ഔട്ട്സൈഡേഴ്സ് ആൻഡ് ഡിസിഷൻ ഇസ് മെയ്ഡ് ബേസ്ഡ് ഓൺ ദി മാക്സിമം യൂട്ടിലിറ്റി. നിങ്ങൾക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റിലെ എല്ലാ റിസോഴ്സസും നോക്കിയിട്ട് എല്ലാ ഫാക്ടേഴ്സും ഇവാലുവേറ്റ് ചെയ്തിട്ട് ഏറ്റവും യൂട്ടിലിറ്റി കിട്ടുന്നത് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യും. Right? അപ്പോൾ you will take into consideration the price of the product, quality of the product, durability of the product, utility of the product. ഇതെല്ലാം നോക്കിയിട്ടാണ് you are taking a decision. So all these factors will be made a part of your evaluation. അതാണ് evaluating the alternatives. Evaluation ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ now it's the time to take a decision. The decision can be 3 types, right? After making all these evaluation, you can either decide not to buy. ഇതൊന്ന് വാങ്ങാതിരിക്കാൻ നല്ലതെന്ന് വിചാരിച്ചിട്ട് വാങ്ങാതിരിക്കാം. അതല്ലെങ്കിൽ you can postpone your buying decision to a later date. ഇപ്പോൾ വാങ്ങണ്ട, പുതിയ ബ്രാൻഡൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫണ്ട് അവൈലബിലിറ്റി കിട്ടിയിട്ട് പിന്നെ ആക്കാമെന്ന് വയ്ക്കാം. അല്ലെങ്കിൽ you can also decide to buy now. ഇനി വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ if to buy, next decision is from where to buy is the next decision, and decision as to color, size, price range, etc. അപ്പോൾ നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്ത് നോക്കും? സൈസ് ഏത് വേണം, കളർ ഏത് വേണം, ഏത് പ്രൈസ് റേഞ്ച് വേണം, അങ്ങനത്തെ ഡിസിഷൻസൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ പർച്ചേസ് ഡിസിഷൻസ് ക്യാൻ ബി ഐദർ. ഇനി ദിസ് ഇസ് ആക്ച്വലി എ ടെക്നിക്കൽ ആസ്പെക്റ്റ്, ഇതൊന്ന് പഠിച്ചിരിക്കണം. അതായത് പർച്ചേസ് ഡിസിഷൻ ഒരാൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ട്രയൽ എന്ന് പറയാം. ട്രയൽ ഈസ് ദ സിറ്റുവേഷൻ വേർ ഇഫ് യു ആർ ബൈയിങ് ദ പ്രോഡക്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ യു ക്യാൻ കോൾ ഇറ്റ് ആസ് എ ട്രയൽ, റൈറ്റ്? ബിക്കോസ് ഹി ഈസ് ബൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഇറ്റ് ഗീവ്സ് ഹിം ആൻ എക്സ്പീരിയൻസ്. ഇഫ് സാറ്റിസ്ഫൈഡ് ഹി വിൽ പർച്ചേസ് ഇറ്റ് അഗെയിൻ. If not satisfied, the next time he will go for a new brand, right? അങ്ങനെ ചെയ്യുന്ന ഒരു ട്രയൽ ആൻഡ് എറർ ചെയ്യുന്ന ഒരു പർച്ചേസ് ഡിസിഷൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ അല്ലേ, വെൻ യു ആർ പർച്ചേസിങ് ദ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഐറ്റംസ് ലൈക്ക് സോപ്പൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ട്രയൽ നോക്കണമെങ്കിൽ തെറ്റില്ല. കാരണം ഒരു മാസം യൂസ് ചെയ്യുമ്പോഴേക്കും ആ സോപ്പ് കഴിയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യുക? അടുത്ത മാസം നമുക്ക് വേറെ ട്രൈ ചെയ്യാം, റൈറ്റ്? ആൻഡ് ലോട്ട് ഓഫ് ബ്രാൻഡ്സ് ആർ അവൈലബിൾ. അറ്റ് ദ സെയിം ടൈം less investment is required. So
So in case of the items where less investment is required and you are regularly purchasing the item, there you can go for this trial purchase. പക്ഷേ എല്ലാ കേസിലും എന്ത് പോസിബിൾ അല്ല, ട്രയൽ പോസിബിൾ അല്ല. ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ കാർ, ഒരു ട്രയൽ ഇപ്രാവശ്യം നോക്കാം, അടുത്ത തവണ വേറെ വാങ്ങാമെന്ന് പറയാൻ ചിലപ്പോൾ ലൈഫിൽ നമ്മൾ 2 കാറൊക്കെ മാക്സിമം വാങ്ങുന്നുണ്ടാവുള്ളൂ അല്ലേ, ചിലപ്പോൾ ഒരു കാറേ വാങ്ങുള്ളൂ. അപ്പോൾ അത് ട്രയൽ നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ യു ഹാവ് ടു ഡു എ ഗുഡ് ഇവാലുവേഷൻ ഓഫ് ദി ഓൾട്ടർനേറ്റീവ്സ് ആൻഡ് ദെൻ യു ഹാവ് ടു ടേക്ക് എ ഡെസിഷൻ. അതിനെയാണ് യു വിൽ ടെൽ അഡോപ്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ഡ്യൂറബിൾസ് ലൈക്ക് TV, refrigerator. Once purchased, it will be repeatedly used, റൈറ്റ്. കാരണം അല്ലാതെ അടുത്ത മാസം നമുക്ക് വേറെ ട്രയൽ നോക്കാനുള്ള അവസ്ഥയില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ പർച്ചേസ് ഡിസിഷൻ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ഐദർ ഇറ്റ് ക്യാൻ ബി ഓൺ ട്രയൽ ബേസ് ഓർ ഇറ്റ് ക്യാൻ ബി അഡോപ്ഷൻ. Trial base is applicable for those products which are having low investment and which are regularly purchased, right? And like stationery items. If you purchase and if you are not satisfied, the next time you can try a new brand. ഇത് പോസിബിൾ ആകുന്ന പ്രൊഡക്ട്സിൻ്റെ പർച്ചേസിനെയാണ് യു ക്യാൻ കോൾ ഇറ്റ് ആസ് ട്രയൽ. Now the other one is adoption, where it is applicable for the products which are durable for a long period and you can not do a trial on it. So once you buy it, you will have to use it. അപ്പോൾ അങ്ങനെ വരുന്ന അഡോപ്ഷൻ കേസസിലൊക്കെ ഈ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, ദർ വിൽ ബി വൺ മോർ സ്റ്റെപ്പ് വിച്ച് ഇസ് നോൺ ആസ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് ദി ഡ്യൂറബിൾസ് വിച്ച് വി ഡിസ്കസ്ഡ്. നമ്മൾ വാങ്ങിയ ഡ്യൂറബിൾസിൻ്റെ കേസിൽ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ടി വി വാങ്ങിക്കഴിഞ്ഞാൽ യു വിൽ ഹാവ് എ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാങ്ങിയതിനു ശേഷമുള്ള റിസൾട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദി കൺസ്യൂമർ. ഇറ്റ് ഗീവ്സ് ആൻ ഐഡിയ ഓഫ് ഹിസ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, പ്രിഫറൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ടുവേർഡ്സ് ദി പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞു വെദർ ദ കസ്റ്റമർ ഇസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ നോട്ട് എന്ന് പറയുന്നതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് വെദർ ഓർ നോട്ട് റിപ്പീറ്റ് പർച്ചേസ് വിൽ ബി മെയ്ഡ് ബൈ ദ സെയിം കസ്റ്റമർ. അപ്പോൾ നമ്മൾ സോണിയുടെ ഒരു TV വാങ്ങി, അടുത്ത പ്രാവശ്യം നമ്മൾ സോണി TV തന്നെ വാങ്ങുമോ? നിങ്ങൾ ബട്ടർഫ്ലൈയുടെ കിച്ചൺ സെറ്റ് വാങ്ങി, റൈറ്റ്? വിൽ യു ബൈ ദ സെയിം ബ്രാൻഡ് ഇൻ ദ നെക്സ്റ്റ് ടൈം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് പറയുന്നതാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. വെദർ യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രോഡക്റ്റ് ഓർ നോട്ട്, വെദർ ദ കസ്റ്റമർ വിൽ റെക്കമെൻഡ് ദ പ്രോഡക്റ്റ് ടു ദി അതേഴ്സ്. അങ്ങനെ 3 രീതിയാണ് ഇതിൽ പറയുന്നത്. കസ്റ്റമറുടെ റിയാക്ഷൻ, കസ്റ്റമർ ഇതിനെക്കുറിച്ച് സാറ്റിസ്ഫൈഡ് ആണോ, കസ്റ്റമർ റിപ്പീറ്റഡ് ആയിട്ട് ഇതേ പ്രോഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്യൂ, കസ്റ്റമർ ഈ പ്രോഡക്റ്റ് ബാക്കിയുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യൂ. ഇത്രയും കാര്യങ്ങളാണ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിൽ പറയുന്നത്, റൈറ്റ്? സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. നൗ പോസ്റ്റ് പർച്ചേസ് റിസൾട്ട്സ്. അപ്പോൾ എങ്ങനെ പോസ്റ്റ് പർച്ചേസ് റിസൾട്ട്സ് പറയാം? പർച്ചേസ് ചെയ്യുന്നു, യൂസേജ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഐദർ ഹി വിൽ ബി സാറ്റിസ്ഫൈഡ് ഓർ ഡിസാറ്റിസ്ഫൈഡ്, റൈറ്റ്? അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വിഷയമൊന്നുമില്ല, ഹി വിൽ ബി യൂസിങ് ഇറ്റ്, റൈറ്റ്? ഇഫ് ഹി ഈസ് ഡിസാറ്റിസ്ഫൈഡ്, ഇറ്റ് ഈസ് നോൺ ആസ് എന്താ? ഈ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരു ഡിസോണൻസ് ബിഹേവിയർ. ഡിസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി വിൽ ഫീൽ എ ഡിസ്കംഫേർട്ട്, റൈറ്റ്? അപ്പോൾ അയാൾ ആകെ ഡിസാറ്റിസ്ഫൈഡായി, അയാൾ മിണ്ടാതെ, അടുത്ത പ്രാവശ്യം എന്തായാലും അത് വാങ്ങില്ല, മിണ്ടാതെ ഇത് സഹിച്ചിരിക്കും, റൈറ്റ്? ദാറ്റ് ഈസ് ഡിസോണൻസ് ബിഹേവിയർ. അതല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റിനെ കുറിച്ച് കമ്പനിക്ക് കംപ്ലൈൻറ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഹി വിൽ ഡിസ്പോസൽ ദ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് ഒഴിവാക്കി വേറെ പ്രൊഡക്റ്റ് വാങ്ങും. ഇങ്ങനെ 3 കാര്യങ്ങൾ, അതായത് ഒരു ഡിസോണൻസ് ബിഹേവിയർ, ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്ത് കഷ്ടമായി, വാങ്ങിയത് അബദ്ധമായി എന്ന് പറഞ്ഞ് ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ ഹി വിൽ ഗീവ് എ കംപ്ലൈൻറ്റ് ടു ദി കമ്പനി. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഡിസ്പോസ് ചെയ്യും. ദിസ് ഇസ് ദ റിസൾട്ട് ഓഫ് ദി പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. പോസ്റ്റ് പർച്ചേസ് ബിഹേവിയറിനനുസരിച്ച് സാറ്റിസ്ഫൈഡ് ആണോ ഡിസാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളതിനനുസരിച്ച് ഈ 3 കാര്യത്തിൽ ഏത് വേണമെങ്കിൽ ചെയ്യാം. ഐദർ ഇറ്റ് വിൽ ബി ഡിസോണൻസ് ബിഹേവിയർ, ഓർ ഹി വിൽ ഗീവ് എ കംപ്ലൈൻറ്റ്, or he will do the product disposal. So when you write for the exam, you have to write all these things in a sentence wise ആയിട്ട് എഴുതണം, right? Now see, this is the case. Why did I buy this item എന്ന് പറഞ്ഞിട്ട് അയാൾ ആകെ സങ്കടത്തിലിരിക്കുകയാണ്. ദാറ്റ് ഈസ് പോസ്റ്റ് പർച്ചേസ് ഡിസോണൻസ് ബിഹേവിയർ ഓഫ് ദി കൺസ്യൂമർ. നൗ ഇഫ് സാറ്റിസ്ഫൈഡ്, നോ ഇഷ്യൂ. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇനിയുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഹി വിൽ ബിക്കം എ ലോയൽ കൺസ്യൂമർ, റൈറ്റ്? അല്ലേ? ഈ പ്രൊഡക്റ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടാവും. സോണി ആണെങ്കിൽ എപ്പോഴും സോണിനെ വാങ്ങും. ആൻഡ് ഹി വിൽ റെക്കമെൻഡ് ഇറ്റ് ടു അതേഴ്സ് ഓൾസോ. ആൻഡ് റിപ്പീറ്റഡ് പർച്ചേസ്, അടുത്ത പ്രാവശ്യമൊക്കെ ഹി വിൽ പർച്ചേസ് ദ സെയിം തിങ്.
ആൻഡ് ഹിസ് യൂസേജ് ലെവൽ അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യും. And that is one case. He will become a loyal customer, repeated purchase ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, അതൊക്കെ ഡെഡിക്കേറ്റഡ് ആൻഡ് ലോയൽ പാട്രണേജ് കസ്റ്റമേഴ്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി അല്ല, ഈവൺ ഇഫ് ഹി ഈസ് സാറ്റിസ്ഫൈഡ്, നെക്സ്റ്റ് ടൈം ഹി മേ സ്വിച്ച് ഓവർ ദ ബ്രാൻഡ്. റെക്കമെൻഡൊക്കെ ചെയ്യും, പക്ഷേ ഇയാളൊരു ട്രയൽ എന്നുള്ളത് നിലയ്ക്ക് അടുത്ത തവണ ചിലപ്പോൾ ബ്രാൻഡ് സ്വിച്ച് ചെയ്യാം ആൻഡ് യൂസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. പക്ഷേ സ്റ്റിൽ he does not have any dissonance. He is a satisfied customer, right? അപ്പോൾ ഇത്രയാണ് buying behavior. All these steps are included in your syllabus. You have to learn this very well. That is buying process. There are 5 steps. First step is you have to recognize the need. The need എന്ന് പറയുന്നത് either it can come from the problem or it can come out of your desire. Then this motive will stimulate the need. And if you identify the needs, it can be either biogenic needs or it can be psychogenic needs. Now second step is, once need is identified, you start collecting data, and that is information search. Information, you will be searching or collecting the information about substitutes and the alternatives that are available in the market. And you will be collecting from either from your own knowledge or memory, that is internal source, or from external source like web tools, social media, etc. That is the second step of collecting the information. Now once the information is collected, you will be doing an evaluation of the alternatives available with regard to different factors like price, quality, durability, utility, etc. And you will be ranking the products or your alternatives based on this. And of course, now you take the purchase decision. You have decided to buy the product. If you decide to buy the product, next decision is from where to buy, at what price, and what color, what size, etc. And purchase decision can be either a trial based, which is applicable for products which are of regular purchase nature, and adoption purchase decision is applicable for durable products which require long-term investments, long value investments. And once you have decided to purchase and purchase the product, then the next step is you will have a post-purchase behavior, that is after purchase behavior. Either you will be satisfied with the product or you will be dissatisfied with the product. That reaction to the purchase is known as post-purchase behavior. It indicates whether you are satisfied with the product, whether you will repeat the use of the product, repeat the purchase of the product, whether you will recommend it to others. This study is known as post-purchase behavior. So the result is either you will be dissatisfied with the product or you will be satisfied with the product. If you are dissatisfied, you may be expressing dissonance behavior, that is a discomfort or irritated behavior or depressed behavior, or you will give a complaint to the company, or you will dispose the product and buy another one. This is the result of dissatisfaction. Now if you are satisfied, definitely you will be repeatedly using the product, you will be a loyal customer, you will be recommending the product to others. Even if you are satisfied, there is a chance sometime there will be brand switching, and you will discontinue the use of the product and buy a new one, but still you will be satisfied. So these are the different buying behavior process, right from the need recognition to the post-purchase behavior. So that's all for today. Thank you.